ഹായ് ഹലോ മക്കളെ, ഹൗ ആർ യു? സുഖമല്ലേ? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബയോമോളിക്യൂൾസ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ബുക്കൊക്കെ വായിച്ചോ? മെറ്റീരിയലൊക്കെ വായിച്ചോ? ഓക്കെ, നിങ്ങൾ വായിച്ചു എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ എൻ്റെ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. നമ്മൾ പഠിക്കാൻ തുടങ്ങിയിരുന്നത് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് ആണ് അല്ലെ? ഓർമ്മയുണ്ടോ? ഞാൻ ജസ്റ്റ് പറഞ്ഞങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. ഓക്കെ, ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്. ഗ്ലൂക്കോസ് ഒരു ആൾഡോ ഹെക്സോസ് ആണ്, ഡെക്സ്ട്രോസ് ഷുഗർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? നമുക്കിനി സ്ട്രക്ചറിലേക്ക് മൂവ് ചെയ്യാം. ഈ മോളിക്കുലർ ഫോർമുല എല്യൂസിഡേഷൻ വെച്ച് നമ്മൾ ഇതിന്റെ എന്താണ് മോളിക്കുലർ ഫോർമുല കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. C6H12O6 അല്ലെ? നമ്മൾ ആ പ്രിപ്പറേഷൻ സമയത്ത് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താണ് കെയിൻ ഷുഗറിനകത്തേക്ക് നമ്മൾ അസിഡിലേറ്റഡ് വാട്ടർ ഒഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഇറ്റ് ഡിസോസിയേറ്റ് ടു ബിക്കം ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ബോത്ത് ഓഫ് ദം ഹാവ് ദ സെയിം മോളിക്കുലർ ഫോർമുല C6H12O6 അല്ലെ? രണ്ടാൾക്കും ഒരേ മോളിക്കുലർ ഫോർമുലയാണ്, പക്ഷെ സ്ട്രക്ചർ ഡിഫറെന്റ് ആണ് അല്ലെ? ഗ്ലൂക്കോസിനും അതെ, ഫ്രക്ടോസിനും അതെ. അപ്പൊ നമുക്ക് ഇതിന്റെ എന്താണ് സ്ട്രക്ചർ എങ്ങനെ വരയ്ക്കുന്നതെന്നൊന്ന് നോക്കാം. ഇപ്പൊ നിങ്ങളിപ്പം ഒരു ഓർഗാനിക് കോമ്പൗണ്ട് മോളിക്കുലർ ഫോർമുല എന്താണ് C5H12 എന്ന് തന്നു അല്ലെ? അതിന് പല സ്ട്രക്ചർ ഉണ്ട്. എന്താ വെച്ചാൽ സ്ട്രക്ചറൽ ഐസോമേഴ്സ് ഡിഫറെന്റ് ആണ്. നമ്മൾ സ്ട്രെയിറ്റ് ചെയിനിൽ വരയ്ക്കാം, ബ്രാഞ്ച്ഡ് ആക്കി വരയ്ക്കാം. എന്നിട്ട് ഫൈനലി നമ്മൾ ചെക്ക് ചെയ്യണം ഈ തന്ന കോമ്പൗണ്ടുകളുടെ അല്ലെങ്കിൽ വരച്ച സ്ട്രക്ചറുകളുടെ എല്ലാം മോളിക്കുലർ ഫോർമുല സെയിം ആണോ എന്ന് നോക്കണം അല്ലെ? അപ്പൊ കോമ്പൗണ്ടുകൾക്ക് സെയിം മോളിക്കുലർ ഫോർമുല വരാം, എന്താണ് ഡിഫറെന്റ് സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ പോസിബിൾ ആണ്. ശരിയല്ലേ? അതേപോലെ ഗ്ലൂക്കോസിന്റെ ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. C6H12O6 എന്നുള്ള ഗ്ലൂക്കോസിന്റെ ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ എന്തിലേക്ക് പോവുകയാണ്? വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് അല്ലെ? കെമിക്കൽ റിയാക്ഷൻസ് ചെയ്ത് ഗ്ലൂക്കോസിനകത്ത് ഏതൊക്കെ ഗ്രൂപ്പുകളുണ്ട്, ഏതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പുകളുണ്ട് എന്നൊക്കെ നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, 6 carbon atom ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. The molecular formula shows that glucose having 6 carbon atom, 12 hydrogen atom and 6 oxygen atom. ഇത് എങ്ങനെ ഈ മോളിക്യൂളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ നോക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് 2 റിയാക്ഷൻസ് ബോർഡിൽ വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഇക്വേഷൻ ആയിട്ട് വേണമെങ്കിൽ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളവരാണ്. ഒന്ന് സ്കൂളിലൊക്കെ കേട്ടിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് എളുപ്പമുണ്ടായിരിക്കും അല്ലെ? കമ്പാരിറ്റീവ്ലി മറ്റുള്ള ചാപ്റ്ററെ വെച്ച് നോക്കിയാൽ ഈ ചാപ്റ്റർ കുറച്ച് എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? ഫസ്റ്റ് ഓഫ് ഓൾ ഗ്ലൂക്കോസിനെ നമ്മൾ ഹൈഡ്രജൻ അയഡൈഡ് കൊണ്ട് പ്രൊലോങ്ഡ് ഹീറ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ എന്താ മക്കളെ, കുറച്ച് സമയം ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്ത് ഓഫ് ചെയ്ത് മാറ്റുമല്ല ചെയ്യുന്നത്, പ്രൊലോങ്ഡ് ഹീറ്റിംഗ് എന്നാ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ ആ വേർഡ് നിങ്ങൾ കണ്ടോ? സോ പ്രൊലോങ്ഡ് ഹീറ്റിംഗ് ആണ്, കുറച്ച് സമയത്തേക്കാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത് വിത്ത് HI. ഓക്കെ, HI ഒരു സ്ട്രോങ് ആസിഡ് അല്ലേ? ആൻഡ് ഇറ്റ് ഫോംസ് നോർമൽ ഹെക്സൈൻ. ഓക്കെ, ഞാൻ ഫോർമുല എഴുതാം. നമുക്ക് ഗ്ലൂക്കോസിന്റെ ഫോർമുല എങ്ങനെ എഴുതാം? ഞാൻ ഇങ്ങനെ എഴുതാം, CHOCH 4 times അല്ലെ? ഇങ്ങനെ അങ്ങോട്ട് എഴുതാം, CHOH 4 times and CH2OH. So this is the structure or structural formula of glucose. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇനി കറക്റ്റ് ആക്യുറേറ്റ് ഫോർമുല നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എഴുതാം. സോ CHOH 4 times CH2OH. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? HI കൊണ്ട് ഹീറ്റ് ചെയ്യുക കേട്ടോ മക്കളെ, കുറച്ച് സമയത്തേക്ക് ഹീറ്റ് ചെയ്യണം. അപ്പൊ ഇത് എന്തായിട്ട് മാറുന്നുണ്ട്? ഇറ്റ് ടേൺസ് ടു ബിക്കം നോർമൽ ഹെക്സൈൻ. ഓക്കെ, അല്ലെങ്കിൽ ഹെക്സൈൻ എന്ന് പറഞ്ഞാൽ മതി. നോർമൽ ഹെക്സൈൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണെന്ന് അറിയോ മക്കളെ? 6 കാർബൺ ആറ്റവും സ്ട്രെയിറ്റ് ചെയിൻ ആണ്, അതാണ് നോർമൽ ഹെക്സൈൻ അല്ലെ? നിങ്ങൾ പേര് പറയുമ്പോൾ കേട്ടിട്ടില്ലേ? നോർമൽ ഐസോനിയോ അല്ലെ? ഫസ്റ്റ് ഇയറിന്റെ ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ നോമൻക്ലേച്ചർ ഒക്കെ പഠിക്കുന്ന സമയത്ത് ബേസിക് പ്രിൻസിപ്പിൾസിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നോർമൽ പെൻറ്റെയിൻ, ഐസോ പെൻറ്റെയിൻ, നിയോ പെൻറ്റെയിൻ എന്നൊക്കെ പറയുന്ന പോലെ നോർമൽ എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത് സ്ട്രെയിറ്റ് ചെയിൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താണ് ഇതിന്റെ എന്താണ് ഇത് തരുന്ന ഐഡിയ എന്താണ്? ഓൾ ദ 6 കാർബൺ ആറ്റംസ് ആർ ലിങ്ക്ഡ് ഇൻ സ്ട്രെയിറ്റ് ചെയിൻ. എന്റെ കൂടെ പഠിച്ചു പോന്നോളൂ, നമുക്ക് ഒന്നിച്ച് പഠിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ, ഞാൻ പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾ പഠിച്ചു പോക്കോ, ഞാൻ സ്ലോലി അല്ലേ പറയുന്നത് അല്ലെ? സോ സ്ട്രക്ചറൽ elucidation of glucose ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഹീറ്റിംഗ് ദിസ് കോമ്പൗണ്ട് വിത്ത് HI ഫോർ ലോങ് ടൈം. കുറച്ച് അധികം സമയം നമ്മൾ ഹീറ്റ് ചെയ്യണം. അപ്പൊ അതെന്തായിട്ട് മാറുന്നുണ്ട്? നോർമൽ ഹെക്സൈൻ. This reaction proved that glucose contains 6 carbon atom and all the 6 carbon atom in straight chain അല്ലെ? 6ഉം നേരെയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇടയ്ക്ക് ബ്രാഞ്ചിങ് ഇല്ല. ഓ, രക്ഷപ്പെട്ടു അല്ലെ?
ഇനി അടുത്ത കേസിൽ നമ്മൾ ഇതിനകത്ത് ഞാൻ ലെഫ്റ്റ് സൈഡിൽ എഴുതിയത് വെച്ച് നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി അതിനകത്ത് ഒരു ആൽഡിഹൈഡിക് ഗ്രൂപ്പും ആൽക്കഹോളിക് ഗ്രൂപ്പും ഒക്കെ ഉണ്ടെന്ന് അല്ലേ. പക്ഷെ അതല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ഏതൊക്കെ ഗ്രൂപ്പുകളാ ഉള്ളതെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണ്ടേ, എന്നിട്ട് വേണ്ടേ നമ്മൾ എഴുതാനായിട്ട് അല്ലെ. രണ്ടാമത്തെ റിയാക്ഷൻ എന്താ പറയുന്നതെന്ന് ചോദിച്ചാല് ഗ്ലൂക്കോസ് ഓൺ റിയാക്ഷൻ വിത്ത് ഹൈഡ്രോക്സിൽ അമീൻ. ഓക്കെ, ഗ്ലൂക്കോസിനെ നമുക്ക് ഹൈഡ്രോക്സിൽ അമീൻ കൊണ്ട് റിയാക്ട് ചെയ്യാം. ഗ്ലൂക്കോസ് ഓൺ റിയാക്ഷൻ വിത്ത് ഹൈഡ്രോക്സിൽ അമീൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഹൈഡ്രോക്സിലമീൻ അറിയാലോ അല്ലെ, NH2OH ആണ് ഹൈഡ്രോക്സിലമീന്. ഞാൻ വേറെ എഴുതാം കേട്ടോ. ഗ്ലൂക്കോസ് ഓൺ റിയാക്ഷൻ വിത്ത് CHOH 4 times then CH2OH. ഓക്കെ, CH2OH. അപ്പൊ സെന്ററിലേക്ക് എഴുതുകയാണെങ്കിൽ നമുക്ക് രണ്ട് റിയാക്ഷനും കൂടെ ഒന്നിച്ച് എഴുതാം. ഓക്കെ, അവിടെ രണ്ട് റിയാക്ഷൻസ് തന്നിരിക്കും. നമുക്ക് ഇങ്ങോട്ട് എഴുതാം. ഇവിടെ നോക്കൂ, CHOH 4 times then CH2OH അല്ലേ. സോ ഗ്ലൂക്കോസ് ഓൺ റിയാക്ഷൻ വിത്ത് ഹൈഡ്രോക്സിലമീൻ, NH2OH അല്ലേ, ഹൈഡ്രോക്സിൽ പാർട്ടും അമീൻ പാർട്ടും ഉണ്ട്. ഹൈഡ്രോക്സിലമീൻ ഓൾറെഡി നിങ്ങൾ ഈ റിയാക്ഷൻസ് ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന ചാപ്റ്ററിനകത്ത് ആൽഡിഹൈഡിന്റെയും കീറ്റോണിന്റെയും റിയാക്ഷൻ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ പിന്നെ വേഗം നിങ്ങൾക്ക് മനസ്സിലാവും എഴുതാനായിട്ട്. ഇത് കിട്ടുന്നുണ്ട്. സോ യുൽ ഗെറ്റ് ദ കോമ്പൗണ്ട് CH ഡബിൾ ബോണ്ട് N എന്താണ് OH അല്ലെ. അടുത്ത കോമ്പൗണ്ട് എന്താണ് CHOH 4 times then CH2OH. ഹൈഡ്രോക്സിലമീനോട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ് ഓക്സൈം അല്ലെ. ഗ്ലൂക്കോസ് ഓൺ റിയാക്ഷൻ വിത്ത് ഹൈഡ്രോക്സിലമീൻ we have a product oxime അല്ലെ. ഈ റിയാക്ഷൻ എന്താ പ്രൂവ് ചെയ്യുന്നത്, എവിടെങ്കിലും കാർബോണിൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ കാർബോണിൽ ഗ്രൂപ്പ് ഹൈഡ്രോക്സിലമീനോട് റിയാക്ട് ചെയ്താൽ എന്തായിട്ട് മാറും, കറസ്പോണ്ടിങ് ഓക്സൈം അല്ലെ മക്കളെ. ഏതാ കാർബോണിൽ ഗ്രൂപ്പ്, ഇതുണ്ടോ, ഈ കാർബോണിൽ ഗ്രൂപ്പ് ആണ്. അത് എന്തായിട്ട് മാറിയിട്ടുണ്ട്, turns to become an oxime. അപ്പൊ this reaction proves that glucose contain a hydroxyl group, carbonyl group, and the carbonyl group turn into oxime അല്ലെ. അപ്പൊ ഗ്ലൂക്കോസ് ഓൺ റിയാക്ഷൻ വിത്ത് ഹൈഡ്രോക്സിലമീൻ you will get an oxime. അതിന്റെ ഗ്ലൂക്കോസിന്റെ ഓക്സൈം, കറസ്പോണ്ടിങ് ഓക്സൈം ആ വന്നിരിക്കുന്നത്. ഈ റിയാക്ഷൻ എന്താ പ്രൂവ് ചെയ്യുന്നത്, ദിസ് റിയാക്ഷൻ പ്രൂഫ് ദാറ്റ് ഗ്ലൂക്കോസ് കണ്ടെയ്ൻ എ കാർബോണിൽ ഗ്രൂപ്പ് കേട്ടോ. ഒരു കാർബോണിൽ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളതിന്റെ ഒരു പ്രൂഫ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി വൺ മോർ റിയാക്ഷൻ, നമുക്ക് ഒരു റിയാക്ഷനും കൂടി എഴുതി നോക്കാം. സോ ഗ്ലൂക്കോസ് ഓൺ റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ സയനൈഡ് അല്ലെ. ഇതും നിങ്ങൾ ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡിനകത്ത് പഠിച്ചതാണ്. സോ ഗ്ലൂക്കോസ് ഓൺ റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ സയനൈഡ് ദ പ്രൊഡക്റ്റ് ഈസ് സയനോഹൈഡ്രിൻ അല്ലെ. ഞാൻ ഇവിടെ CN എഴുതട്ടെ. then CHOH 4 times ഇങ്ങനെ എഴുതാം അല്ലെ. CHOH 4 times CH2OH ഉണ്ടോ. അപ്പൊ ഹൈഡ്രജൻ സയനൈഡുമായിട്ട് റിയാക്ഷൻ ചെയ്താൽ എന്ത് കിട്ടുന്നുണ്ട്, സോ ഹൈഡ്രജൻ സയനൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ കറസ്പോണ്ടിങ് സയനോഹൈഡ്രിൻ അല്ലെ. അതിന്റെ കറസ്പോണ്ടിങ് ഏതെടുക്കുന്നോ അതിന്റെ കറസ്പോണ്ടിങ് പ്രൊഡക്റ്റ് ആ ഉണ്ടാവുന്നത്, സയനോഹൈഡ്രിൻ ഉണ്ടാവും. ഓക്കെ, ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കിയേ മക്കളെ. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ഹൈഡ്രോക്സിലമീൻ ടു ഫോം കറസ്പോണ്ടിങ് ഓക്സൈം ആൻഡ് ആഡ്സ് എ മോളിക്യൂൾ ഓഫ് ഹൈഡ്രജൻ സയനൈഡ് ടു ഗിവ് സയനോഹൈഡ്രിൻ. ഏതെടുക്കുന്നോ അതിന്റെ സയനോഹൈഡ്രിൻ കിട്ടുക ചെയ്യുന്നത്. അപ്പൊ ഈ റിയാക്ഷൻ എന്താ പ്രൂവ് ചെയ്യുന്നത്, ദിസ് റിയാക്ഷൻ പ്രൂഫ് ദാറ്റ് ഗ്ലൂക്കോസിനകത്ത് എന്തുണ്ടെന്നാ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്, ഗ്ലൂക്കോസ് കണ്ടെയ്ൻ എ കാർബോണിൽ ഗ്രൂപ്പ് കേട്ടോ. ആരും ആൽഡിഹൈഡ് എന്ന് ചാടി കയറി പറയല്ലേ മക്കളെ. അപ്പൊ ഇത് എന്തിന്റെ പ്രൂഫ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ വരുന്നതേ ഉള്ളൂ കേട്ടോ. സ്റ്റെപ്പ് 1 നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്ലൂക്കോസ് ഓൺ പ്രൊലോങ്ഡ് ഹീറ്റിംഗ് വിത്ത് HI you will get എന്താണ് നോർമൽ ഹെക്സൈൻ. this reaction shows that all the 6 carbon atom in straight chain അല്ലെ. ഇനി സെക്കൻഡ് കേസിൽ എന്താണ്, ഇനി ഇതിനകത്തെ ഫങ്ഷണൽ ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോവാണ്. സോ ഗ്ലൂക്കോസ് ഓൺ റിയാക്ഷൻ വിത്ത് എന്താ നമ്മൾ ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് ഹൈഡ്രോക്സിൽ അമീൻ കൊണ്ട് ചെയ്തു, കറസ്പോണ്ടിങ് ഓക്സൈം ഉണ്ടായി. ഓക്കെ, വൺ മോർ സ്റ്റെപ്പിൽ ഒരു പ്രൂഫും കൂടെ എടുക്കുക നമ്മൾ അല്ലെ. നിങ്ങൾ കൺഫർമേറ്ററി ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന പോലെ ഗ്ലൂക്കോസ് ഓൺ റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ സയനൈഡ് ദ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻ ഹിയർ ഈസ് സയനോഹൈഡ്രിൻ ആൻഡ് ദീസ് ടു റിയാക്ഷൻ ഷോസ് ദാറ്റ് ഗ്ലൂക്കോസ് കണ്ടെയ്ൻ എ കാർബോണിൽ ഗ്രൂപ്പ്. ഞാനിവിടെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഗ്ലൂക്കോസ് കണ്ടെയ്ൻ എ കാർബോണിൽ ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ ഗ്ലൂക്കോസിനകത്ത് ഒരു കാർബോണിൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ അതെന്താവാം, ഇറ്റ് മേ ബി എൻ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഓർ എ കീറ്റോണിക് ഗ്രൂപ്പ്. നമ്മൾ ഉറപ്പിച്ചിട്ടില്ല, ഒരു കാർബോണിൽ ഗ്രൂപ്പ് ആണെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് സെറ്റ് ഓഫ് റിയാക്ഷൻസ് ആണ്. സോ ഗ്ലൂക്കോസ് ഓൺ റിയാക്ഷൻ വിത്ത് എന്താണ്, മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ബ്രോമിൻ വാട്ടർ ഒക്കെ മതി, മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ്. ഇപ്പൊ നൈട്രിക് ആസിഡ് ഒക്കെ ആണെങ്കിൽ അത് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അപ്പൊ നമുക്ക്
ഗ്ലൂക്കോസിനെ എന്താണ് ഏതെങ്കിലും ഒരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് കൊണ്ട് റിയാക്ട് ചെയ്യാൻ പറ്റും. ഫോർത്ത് റിയാക്ഷൻ ഇതാണ്. ശ്രദ്ധിച്ചിരുന്നു മക്കളെ, ഗ്ലൂക്കോസ് CHOH 4 ടൈംസ് then CH2OH അല്ലെ. നമുക്ക് ഇതിന്റെ ഫോർമുലയും സ്ട്രക്ചറും ഒക്കെ അറിയുന്നതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. അറിയാത്ത ഒരാൾ ലെഫ്റ്റ് സൈഡിൽ എന്തേ എഴുതുള്ളൂ, വെറും ഗ്ലൂക്കോസ് അല്ലെങ്കിൽ C6H12O6 എന്നേ എഴുതുള്ളൂ അല്ലെ. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആവശ്യമേ ഉള്ളൂ. ഞാൻ പിന്നെ എന്താണ് 2-3 തവണ എഴുതുമ്പോൾ നിങ്ങൾക്ക് ആ സ്ട്രക്ചറൂടെ മനസ്സിൽ കിട്ടുമല്ലോ വിചാരിച്ചിട്ട് എഴുതുന്നതേ ഉള്ളൂ കേട്ടോ. സോ ഗ്ലൂക്കോസ് ഓൺ റിയാക്ഷൻ വിത്ത് ബ്രോമിൻ വാട്ടർ മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. നിങ്ങൾക്കറിയാം ഇലക്ട്രോകെമിക്കൽ സീരീസിൽ ഹാലജന്റെ പൊസിഷൻ ടോപ്പ് ഭാഗത്തേക്കല്ലേ വരുന്നത്, അപ്പൊ അവർ ഓക്സിഡൈസിങ് ഏജന്റ് ആണല്ലോ അല്ലെ. ഓക്കെ, ഗ്ലൂക്കോസ് ഓൺ റിയാക്ഷൻ വിത്ത് മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ലൈക്ക് ബ്രോമിൻ വാട്ടർ. മക്കളെ മനസ്സിലാക്കി പഠിക്കണം. ഇവിടെ നോക്കിയടാ പിള്ളേരെ, ഇത് കണ്ടോ, ഈ എന്താണ് നമുക്കിപ്പം ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള ഗ്ലൂക്കോസിനകത്ത് ഒരു കാർബോണിൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് അല്ലെ. നിങ്ങളുടെ കാർബോണിൽ ഗ്രൂപ്പ് എന്താവാം, ഐദർ ആൽഡിഹൈഡ് ആവാം അല്ലെങ്കിൽ കീറ്റോൺ ആവാം. ഇപ്പോഴത്തെ റിയാക്ഷൻ ആരെ കൊണ്ടാണ് നമ്മൾ ചെയ്യിക്കുന്നത്? സോ ഇറ്റ് റിയാക്ട്സ് വിത്ത് ബ്രോമിൻ വാട്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ബ്രോമിൻ വാട്ടർ ഒരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് അല്ലെ. ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ് ശരിക്കും പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് വേഗം മനസ്സിലാകും ഏത് കാർബോണിൽ കോമ്പൗണ്ടിലാണ് മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് വർക്ക് ചെയ്യുക, ആൽഡിഹൈഡില് അല്ലെ. ഓക്കെ, അപ്പൊ കീറ്റോണിന് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് തന്നെ വേണം, എന്നാലേ ഓക്സിഡേഷൻ നടക്കുകയുള്ളൂ. പക്ഷെ മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആരോടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും? ആൽഡിഹൈഡ് ഗ്രൂപ്പോട് വർക്ക് ചെയ്യും അല്ലെ. അതുകൊണ്ടല്ലേ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ടോളൻസ് റിയേജന്റ്, ഫെല്ലിംഗ് സൊല്യൂഷൻ, ബെനഡിക്ട് സൊല്യൂഷൻ ഒക്കെ ആയിട്ടുള്ള റിയാക്ഷൻ ആൽഡിഹൈഡ് തരും, ഈ പറഞ്ഞ ഒരു റിയാക്ഷനും കീറ്റോൺ തരില്ല എന്ന് പഠിച്ചിട്ടില്ലേ അല്ലെ. അപ്പൊ അതേപോലെ ഒരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അവിടെ ബ്രോമിൻ വാട്ടർ എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ, നമ്മൾ ഒരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ബ്രോമിൻ വാട്ടർ ഇവിടെ എടുത്തു എന്നേ ഉള്ളൂ. അപ്പം വർക്ക് എവിടെ മാത്രമേ നടക്കുള്ളൂ? ആൽഡിഹൈഡിക് പോർഷൻ ആണ്. അതായത് നമ്മുടെ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ആണെങ്കിൽ മാത്രം അവിടെ റിയാക്ഷൻ നടക്കും. കീറ്റോൺ ആണെങ്കിൽ ഇവിടെ ഒരു റിയാക്ഷനും ഇല്ല. അപ്പൊ നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് എന്താണ്? ആ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ അസൈൻ ചെയ്യുന്നത് ഇതിനകത്ത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണോ കീറ്റോണിക് ഗ്രൂപ്പ് ആണോ എന്ന്. ഞാനിവിടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് സർക്കിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ CHO ഗ്രൂപ്പ് എന്തായിട്ട് മാറും? ടേൺസ് ടു ബിക്കം കാർബോക്സിലിക് ആസിഡ്. റെസ്റ്റ് ഓഫ് ദ പോർഷൻ റിമൈനിങ് സെയിം ആണ് കേട്ടോ. ബാക്കിയുള്ള പോർഷൻ എല്ലാം അതേപോലെ തന്നെ നിൽക്കും, പക്ഷെ ഇതെന്തായിട്ട് വരുന്നുണ്ട്? ഒരു കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് കോൾഡ് ഗ്ലൂക്കോണിക് ആസിഡ് കേട്ടോ. ഇവന്മാരുടെയൊക്കെ പേര് ഓർത്ത് വെക്കണം കേട്ടോ മക്കളെ. ഗ്ലൂക്കോണിക് ആസിഡ്, ഗ്ലൂക്കോസിൽ നിന്ന് വന്നതായതുകൊണ്ടാണ് ഗ്ലൂക്കോണിക് ആസിഡ്. ഓക്കെ, അപ്പം ഗ്ലൂക്കോസ് ഓൺ ഓക്സിഡേഷൻ വിത്ത് മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ലൈക്ക് ബ്രോമിൻ വാട്ടർ we have a product called gluconic acid. This reaction proved that glucose contain an aldehyde group. അതായത് മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആയ ബ്രോമിൻ വാട്ടറിന് എവിടെ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ? ഇറ്റ് ക്യാൻ വർക്ക് ഓൺലി ആൽഡിഹൈഡ് ഗ്രൂപ്പ്. The aldehyde group turn into carboxylic acid, that is gluconic acid. Okay, ഇപ്പം ഇതേപോലെ തന്നെ കേട്ടോ, this indicate that the carbonyl group is എന്താണ് present is an aldehyde group. Okay, ഇനി ബാക്കി അപ്പൊ ഒരു കാര്യം ഉറപ്പിച്ചു, ഗ്ലൂക്കോസിനകത്ത് 6 കാർബൺ ആറ്റത്തിലെ ഒരു കാർബൺ ആറ്റം CHO ആണെന്ന് മനസ്സിലായി അല്ലെ. ഇനി ബാക്കി കാർബൺ ആറ്റത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്ലൂക്കോസ് ഓൺ അസറ്റിലേഷൻ വിത്ത് അസറ്റിക് അൺഹൈഡ്രൈഡ്. ഓക്കെ, ഗ്ലൂക്കോസ് അസറ്റിക് അൺഹൈഡ്രൈഡുമായിട്ട് റിയാക്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ ഫോർമുല അറിയാമെന്ന് എനിക്ക് തോന്നുന്നു, കാരണം ഇതിനു മുമ്പുള്ള ചാപ്റ്ററുകളിലൊക്കെ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പുകളും റിയാക്ഷൻസും ഒക്കെ പഠിക്കുന്നുണ്ട്. ഈ പേരുകളൊക്കെ കേട്ട് പരിചയമുള്ളത് കൊണ്ട് എനിക്ക് ഡയറക്റ്റ് പറയാം എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ മക്കളെ. സോ ഗ്ലൂക്കോസ് ഓൺ റിയാക്ഷൻ വിത്ത് അസറ്റിക് അൺഹൈഡ്രൈഡ് ആണ്. അതായത് ഗ്ലൂക്കോസ് എത്ര എണ്ണത്തിനെ മാത്രമേ എടുക്കുള്ളൂ? 5 അസറ്റിക് അൺഹൈഡ്രൈഡ് മാത്രമേ എടുക്കുള്ളൂ. CH3 അൺഹൈഡ്രൈഡ് എഴുതാൻ അറിയോ? C+O. ഇതാണ് അസറ്റിക് അൺഹൈഡ്രൈഡ്, അസറ്റിക് ആസിഡിന്റെ അൺഹൈഡ്രൈഡ് ആണ്. ടെക്സ്റ്റ് ബുക്കിനകത്ത് എഴുതിയിരിക്കുന്ന CH3CO ട്വൈസ് അല്ലെ. ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനെ ആയിരിക്കും എഴുതിയിരിക്കുന്നത്, CH3CO കഴിഞ്ഞിട്ട് 2 ടൈംസ് ഇട്ടിട്ട് വെളിയിൽ ഒരു ഉണ്ടോ. ഞാൻ അത് ഓപ്പൺ ചെയ്ത് എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഗ്ലൂക്കോസ് ഓൺ റിയാക്ഷൻ വിത്ത് അസറ്റിക് അൺഹൈഡ്രൈഡ്, ഞാൻ ആവശ്യമുള്ളത് മാത്രമേ എന്താ വെച്ചാൽ ബാലൻസ് ചെയ്യുന്ന പോലെ എഴുതിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഗ്ലൂക്കോസ് പെന്റാ അസറ്റേറ്റ് കാണിച്ചു തരാം. CHO then CH OH 4 ടൈംസ് ഇല്ല, OH ഗ്രൂപ്പ് അവിടെ നിന്ന് മാറിയിട്ട് O, C+O, CH3. ഇത് എത്ര വരുന്നുണ്ട്? നമുക്ക്
4 times വരും. then CH2O C double bond O CH3 കണ്ടോ. അതായത് 5 അസറ്റേറ്റ് ഗ്രൂപ്പ് അതിലേക്ക് ആഡ് ഓൺ ചെയ്യുന്നത്. സോ ഗ്ലൂക്കോസ് ഓൺ റിയാക്ഷൻ വിത്ത് അസറ്റിക് അൺഹൈഡ്രേറ്റ് ഗീവ് ഗ്ലൂക്കോസ് പെന്റാ അസറ്റേറ്റ്. ഇതാണ് ഗ്ലൂക്കോസ് പെന്റാ അസറ്റേറ്റ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് കേട്ടോ. ഗ്ലൂക്കോസ് പെന്റാ acetate. No, glucose pentaacetate. Okay, so this reaction എന്താ നമുക്ക് തരുന്ന proof? This reaction shows that glucose contain 5 OH group. അല്ലേ? അപ്പൊ ഏകദേശം നമുക്ക് പിക്ചർ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യത്തെ സെറ്റ് ഓഫ് റിയാക്ഷൻസിലേക്ക് ഒന്ന് ലുക്ക് ബാക്ക് ചെയ്യാൻ നമുക്ക് മനസ്സിലാകും. The structural elucidation shows that glucose contains 6 carbon atom and the molecular formula of glucose is C6H12O6. അല്ലേ? And glucose on heating with HI for a long time, it turns to become normal hexane. This reaction proves that all the 6 carbon atom in straight chain. Okay, then we are going to find out the functional group present in glucose. First of all, we have to treat it with the hydroxylamine and hydrogen cyanide. The product are oxime and corresponding cyanohydrin. Okay, this reaction shows that glucose contain a carbonyl group. Okay, next step is going to check whether the carbonyl group is an aldehyde or a ketone. A glucose on reaction with a mild oxidizing agent like bromine water, the product obtained is gluconic acid. That means the mild oxidizing agent can work only in an aldehydic site. അല്ലെ, അവിടെ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ആ പോർഷൻ മാത്രം എന്തായിട്ട് മാറും? കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. റെസ്റ്റ് ഓഫ് ദ പോർഷൻ റിമൈനിങ് ആസിഡീസ്. അല്ലെ, അങ്ങനെ തന്നെ മാറുക ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? സോ ഗ്ലൂക്കോസിന്റെ കേസിൽ ഗ്ലൂക്കോണിക് ആസിഡ് കിട്ടി. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, 6 കാർബൺ ആറ്റത്തിലെ ഒരു കാർബൺ ആൽഡിഹൈഡ് ആണെന്ന് മനസ്സിലായി അല്ലെ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ബാക്കി കാർബൺ ആറ്റത്തിലെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. സോ ഗ്ലൂക്കോസ് ഓൺ റിയാക്ഷൻ വിത്ത് നെക്സ്റ്റ് സെറ്റ് ഓഫ് റിയാക്ഷൻസ് ആണ് നമ്മൾ എന്താ ചെയ്യുന്നത്? അസറ്റിക് അൺഹൈഡ്രേറ്റ് കൊണ്ട് ട്രീറ്റ് ചെയ്യാണ്. അപ്പം എത്ര അൺഹൈഡ്രേറ്റ് അതിനായിട്ട് ആഡ് ഓൺ ചെയ്തിട്ടുള്ളൂ? ഒള്ളി 5 അൺഹൈഡ്രേറ്റ് മാത്രമേ അതിനകത്തേക്ക് എടുത്തിട്ടുള്ളൂ. അതായത് കിട്ടിയ പ്രൊഡക്റ്റ് എന്താണ്? ഗ്ലൂക്കോസ് പെന്റാസെറ്റേറ്റ് അല്ലെ. 5 അൺഹൈഡ്രേറ്റ് എടുക്കും, എന്നിട്ട് 5 എണ്ണത്തിനകത്തൊന്നും ഒരു ഭാഗമല്ലേ ആഡ് ചെയ്യേണ്ടത് വരുന്നുള്ളൂ. 5 അൺഹൈഡ്രേറ്റ് റിയാക്ട് ചെയ്യും, എന്നിട്ട് അതിനകത്ത് ഒരു ഹാഫ് പോർഷൻ ആഡ് ഓൺ ചെയ്തിട്ട് ബാക്കി പോർഷൻ കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറുന്നുണ്ട്. ഞാൻ ബൈ പ്രൊഡക്റ്റ് എഴുതിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. സോ ദ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് ഈസ് ഗ്ലൂക്കോസ് പെന്റാസെറ്റേറ്റ് അല്ലെ. ഈ റിയാക്ഷൻ എന്താ പ്രൂവ് ചെയ്യുന്ന മക്കളെ? ഗ്ലൂക്കോസിനകത്ത് 5 OH ഗ്രൂപ്പ് ഉണ്ട്. ഏകദേശം പിക്ചർ ക്ലിയർ ആയല്ലോ. ഗ്ലൂക്കോസിനകത്ത് ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ്, ഒരു CHO ഗ്രൂപ്പും ബാക്കി കാർബൺ ആറ്റത്തിലൊക്കെ ഓരോരോ OH ഗ്രൂപ്പും. ഓക്കെ, അപ്പൊ ഗ്ലൂക്കോസിനകത്ത് മൊത്തം 6 കാർബൺ ആറ്റം, ഒരെണ്ണം CHO, മറ്റേത് 5 എണ്ണവും OH ഗ്രൂപ്പ് ഉള്ളതാണ്. ഓക്കെ, ഇനി ഈ OH ഗ്രൂപ്പ് തന്നെ എങ്ങനെ ആവാം? പ്രൈമറി ആവാം, സെക്കൻഡറി ആവാം അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്യണം. ഗ്ലൂക്കോസിനകത്തുള്ള OH ഗ്രൂപ്പ് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെക്ക് വെദർ ദ OH ഗ്രൂപ്പ് പ്രസന്റ് ഇൻ ദ ഗ്ലൂക്കോസ് ഇസ് പ്രൈമറി ഓർ സെക്കൻഡറി. ഓക്കെ, വൺസ് അഗെയിൻ ഗ്ലൂക്കോസ് ഓൺ റിയാക്ഷൻ വിത്ത് ഇത്തിരി കൂടെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കാൻ പോവാണ്. ഗ്ലൂക്കോസ് ഓൺ റിയാക്ഷൻ വിത്ത് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ലൈക്ക് നൈട്രിക് ആസിഡ് HNO3 ആയിട്ട് നമ്മൾ ഒന്ന് ട്രീറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത് അറിയോ? ഗ്ലൂക്കോസിന്റെ ടോപ്പ് കാർബൺ ആറ്റവും ഓക്സിഡൈസ് ചെയ്യും, ഗ്ലൂക്കോസിന്റെ ബോട്ടം കാർബൺ ആറ്റവും ഓക്സിഡൈസ് ചെയ്യും. ടോപ്പ് പിന്നെ മൈൽഡ് വന്നാലും ഓക്സിഡൈസ് ചെയ്യും. കാരണം എന്താണ്? ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണെന്ന് മനസ്സിലായി. അതായത് ടോപ്പ് കാർബൺ ആറ്റം ഓക്സിഡൈസ് ചെയ്ത് എന്താണ്? CH ഓക്സിഡൈസ് ചെയ്തിട്ട് COOH ആയിട്ട് മാറും. ബോട്ടം കാർബൺ ആറ്റം അഗൈൻ ഓക്സിഡൈസ് ചെയ്തിട്ട് COOH ആയിട്ട് മാറും. ദിസ് ഈസ് കോൾഡ് ഗ്ലൂക്കാറിക് ആസിഡ് കേട്ടോ. ഗ്ലൂക്കാറിക് അല്ലെങ്കിൽ സാക്കാറിക് ആസിഡ് എന്ന് പറഞ്ഞ NCERT പേര് സാക്കാറിക് ആസിഡ് എന്ന് തന്നിരിക്കുന്നത്. ഗ്ലൂക്കാറിക് ആസിഡ് ഓർ സാക്കാറിക് ആസിഡ് എന്ന് പറയുന്നത്. മക്കളെ, ഈ റിയാക്ഷൻ എന്താ പ്രൂവ് ചെയ്യുന്നത്? ഗ്ലൂക്കോസ് ഓൺ റിയാക്ഷൻ വിത്ത് somewhat strong oxidizing agent like nitric acid, the product obtained is glucaric acid or saccaric acid. This reaction proved that one of the carbon atoms അല്ലെങ്കിൽ hydroxyl groups present in glucose is എന്ത് ക്യാരക്ടർ ഉള്ള ആളാണ്? പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പ് അല്ലെ. പ്രൈമറി ആൽക്കഹോൾ മാത്രമേ എന്ത് വരുള്ളൂ? അല്പ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് കൊടുത്താൽ കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറുള്ളൂ. സെക്കൻഡറിയും ടെർഷ്യറിയും ഒന്നും ഡയറക്റ്റ് ആയിട്ട് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറില്ല അല്ലെ. നിങ്ങൾ റിയാക്ഷൻ പഠിച്ചപ്പോൾ അറിയാം, അത് കീറ്റോണിലേക്ക് മാറും. സ്ട്രോങ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ക്ലീവേജ് വരും ഇല്ലയോ? അതൊന്നും ഞാൻ പറയാൻ പറ്റില്ല, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു പോവുകയാണ് കേട്ടോ. മറ്റുള്ള ചാപ്റ്ററുകളിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ.
അപ്പൊ മക്കളെ ഇതിനകത്തുനിന്ന് ഈ റിയാക്ഷൻ എന്താ പ്രൂവ് ചെയ്യുന്നത്? ഗ്ലൂക്കോസ് കണ്ടെയ്ൻ 1 പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പ് അല്ലെ. ബാക്കിയുള്ളവരൊക്കെ എന്ത് ആൽക്കഹോളിക് ഗ്രൂപ്പ് ആയിരിക്കും? സെക്കൻഡറി ആയിരിക്കും അല്ലെ. അതെങ്ങനെ ഞാൻ ഉറപ്പിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഗ്ലൂക്കോസ് എന്ത് ചെയ്തു? അസറ്റിക് അൺഹൈഡ്രൈഡുമായിട്ട് റിയാക്ട് ചെയ്തപ്പം പെന്റാ അസറ്റേറ്റ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഗ്ലൂക്കോസിനകത്ത് 5 OH ഗ്രൂപ്പ് ഉണ്ടെന്നാണ് അല്ലെ. ഇനി 5 OH ഗ്രൂപ്പും ഒരേ തരക്കാരാണോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്? അല്ല. അതിനകത്തെ 4 എണ്ണം ഒരു ക്യാരക്ടർ ഉള്ളവരും ഒരെണ്ണം വ്യത്യാസമാണ് അല്ലെ. അതിൽ ഒരുത്തൻ പ്രൈമറിയും ബാക്കിയുള്ളവനൊക്കെ എന്താണ്? നമ്മൾ കൺഫേം ചെയ്തു സെക്കൻഡറി ആണ്. കൺഫർമേറ്ററി ടെസ്റ്റ് ആണ് ഗ്ലൂക്കോസിന്റെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റുമായിട്ടുള്ള റിയാക്ഷൻ. സോ ഇറ്റ് ടേൺസ് ടു ബിക്കം ഗ്ലൂക്കാറിക് ആസിഡ് ഓർ സാക്കാറിക് ആസിഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ. അപ്പൊ ഏകദേശം നമുക്ക് മനസ്സിലായി ഗ്ലൂക്കോസിനകത്ത് 6 കാർബൺ ആറ്റം ഉണ്ട്, ഒരെണ്ണം ആൽഡിഹൈഡ് ആണ്, ബാക്കി 4 എണ്ണം സെക്കൻഡറി ആൽക്കഹോൾ ആണ്, ഒരെണ്ണം പ്രൈമറി ആൽക്കഹോൾ ആണെന്ന് മനസ്സിലായി അല്ലെ. ഇനി അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ എഴുതിയാൽ മതി. ശരിയല്ലേ മക്കളെ? ഈ റിയാക്ഷൻ നിങ്ങൾക്ക് എവിടെ കിട്ടുമെന്നറിയോ? ഈ ഗ്ലൂക്കാറിക് ആസിഡ് അല്ലെങ്കിൽ സാക്കാറിക് ആസിഡ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ നമുക്ക് എവിടെ എഴുതാൻ പറ്റുന്നുണ്ട്? നമ്മൾ ഓൾറെഡി ഇത് കണ്ടില്ലേ, എന്താ പറയാ, ഗ്ലൂക്കോണിക് ആസിഡ് പറഞ്ഞ സംഭവം കുറച്ചു മുമ്പ് നമ്മൾ കണ്ടില്ലേ? ഇതാ COOH, then CHOH 4 times, then CH2OH എന്ന് പറഞ്ഞ ഇതില്ലേ, എന്താ ഗ്ലൂക്കോണിക് ആസിഡ്. ഈ ഗ്ലൂക്കോണിക് ആസിഡിനെ എന്ത് ചെയ്താൽ മതി? നൈട്രിക് ആസിഡ് വെച്ച് ഓക്സിഡൈസ് ചെയ്താലും എന്ത് കിട്ടുന്നുണ്ട്? സെയിം പ്രൊഡക്റ്റ് കിട്ടും. എന്ന് വെച്ചാല് ആദ്യത്തെ റിയാക്ഷൻ ബ്രോമിൻ വാട്ടർ കൊണ്ട് ട്രീറ്റ് ചെയ്തപ്പോൾ ഗ്ലൂക്കോണിക് ആസിഡ് കിട്ടി, അപ്പോൾ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. രണ്ടാമത്തെ റിയാക്ഷൻ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് കൊണ്ട് ട്രീറ്റ് ചെയ്തു, അപ്പോൾ ഗ്ലൂക്കാറിക് ആസിഡ് കിട്ടിയെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? മറ്റേ ടെർമിനൽ കാർബൺ ആറ്റം എന്തായിരിക്കും? ഒരു പ്രൈമറി ആൽക്കഹോൾ ആണ് അല്ലെ. ഇതാ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓൺ ഓക്സിഡേഷൻ വിത്ത് നൈട്രിക് ആസിഡ് ഗ്ലൂക്കോസ് ആസ് വെൽ ആസ് ഗ്ലൂക്കോണിക് ആസിഡ് ബോത്ത് ഈൽഡ് ഡൈകാർബോക്സിലിക് ആസിഡ് കോൾഡ് സാക്കാറിക് ആസിഡ് ഓർ അതിന് വേറൊരു പേരും കൂടി ഉണ്ട്, ഗ്ലൂക്കാറിക് ആസിഡ്. ഓക്കെ, അപ്പൊ ഇത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മക്കളെ, പ്രസൻസ് ഓഫ് പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പ് അല്ലെ. ഏകദേശം നമുക്ക് എന്താ പറയാ കാര്യമൊക്കെ മനസ്സിലായി. ഗ്ലൂക്കോസിന്റെ പിക്ചർ എങ്ങനെ വരും എന്നൊക്കെ നമുക്ക് ഒന്ന് മനസ്സിലായി തുടങ്ങിയില്ലേ അല്ലെ. അപ്പൊ 6 കാർബൺ ഉണ്ട്, ഒരെണ്ണം ആൽഡിഹൈഡ്, ഒരെണ്ണം പ്രൈമറി ആൽക്കഹോള്, പിന്നെ ബാക്കിയുള്ളതെല്ലാം സെക്കൻഡറി ആൽക്കഹോൾ ആണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് എന്ത് എഴുതാം മക്കളെ? ഫിഷർ പ്രൊജക്ഷൻ സ്ട്രക്ചർ എഴുതാം കേട്ടോ. ഫിഷർ പ്രൊജക്ഷൻ സ്ട്രക്ചർ. ഓക്കെ, ഫിഷർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെ സ്ട്രക്ചർ ആണ് ഫിഷർ പ്രൊജക്ഷൻ ഫോർമുല പറയുന്നത്. ഓക്കെ, ഇങ്ങനെ കാർബണിന് പകരം നമുക്ക് ഇങ്ങനെ ജസ്റ്റ് വര വരച്ചിട്ട് എഴുതാം കേട്ടോ മക്കളെ. ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ഞാൻ വേണേ എഴുതി കാണിച്ചു തരാം. ഫിഷർ പ്രൊജക്ഷൻ ഫോർമുല വരയ്ക്കാൻ വേണമെങ്കിൽ ഇതെവിടെ ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് മനസ്സിലാവുന്നേ കേട്ടോ. CHO എങ്ങനെ OH H നീട്ടി വരയ്ക്കാവേ. H OH OH H OH H CH2OH. ഇതാണ് ഫിഷർ പ്രൊജക്ഷൻ സ്ട്രക്ചർ. ഓക്കെ, ഈ നടുവിലൂടെ വര വരച്ചിരിക്കുന്നുണ്ടോ കേട്ടോ, അതെല്ലാം കാർബൺ ആണ്. ഓരോ ക്രോസിംഗ് പോയിന്റും കാർബൺ ആണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു, നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുള്ളതല്ലേ. ഓരോ ക്രോസിംഗ് പോയിന്റും എന്താണ്? ഇതെല്ലാം കാർബൺ ആണ് അല്ലെ മക്കളെ. അപ്പൊ ഇതൊരു കാർബൺ, ഇതൊരു കാർബൺ. മൊത്തം കൗണ്ട് ചെയ്തേ, 1 2 3 4 5 6 ഉണ്ടോ. ഇതാണ് ഫിഷർ ഉണ്ടോ. ഈ നമ്മുടെ ഗ്രൂപ്പ് ഒക്കെ വെച്ചിട്ട് എക്സാക്ട് സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ഡിഫറെന്റ് OH ഗ്രൂപ്പ് ഈസ് ഗിവൺ ബൈ ദ ഫിഷർ പ്രൊജക്ഷൻ ഫോർമുല കേട്ടോ. ഫിഷർ പ്രൊജക്ഷൻ ഫോർമുല. ഇനി ഞാൻ വേണേ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ കാർബൺ വെച്ചിട്ട് എഴുതി കാണിക്കാം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ഏതാന്ന് വെച്ചാൽ നിങ്ങൾ അത് പഠിച്ചോ കേട്ടോ. ഇടയ്ക്കൂടി ഇങ്ങനെ ഈ കാർബൺ ഇല്ലാതെ വരയ്ക്കുമ്പോൾ എന്തെങ്കിലും ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കാർബൺ ഉള്ള സ്ട്രക്ചർ വരയ്ക്കാം. ഫസ്റ്റ് കാർബൺ ആറ്റം CH, അതായത് മക്കളെ ഓക്സിഡൈസിങ് എൻഡ് ടോപ്പിലും റെഡ്യൂസിങ് എൻഡ് ബോട്ടത്തിലും വെച്ച് വേണം സ്ട്രക്ചർ വരയ്ക്കാനായിട്ട്. സെക്കൻഡ് കാർബൺ ആറ്റത്തിന്റെ OH റൈറ്റ് സൈഡിലേക്ക്, H ലെഫ്റ്റ് സൈഡിലേക്ക്. തേർഡ് കാർബൺ ആറ്റത്തിന്റെ H റൈറ്റ് സൈഡിലേക്ക്, OH ലെഫ്റ്റ് സൈഡിലേക്ക്. ഫോർത്ത് കാർബൺ ആറ്റത്തിന്റെ OH റൈറ്റ് സൈഡിലേക്ക്, H ലെഫ്റ്റ് സൈഡിലേക്ക്. ഫിഫ്ത്ത് കാർബൺ ആറ്റത്തിന്റെ OH റൈറ്റ് സൈഡിലേക്ക്, H ലെഫ്റ്റ് സൈഡിലേക്ക്. ദെൻ സിക്സ്ത് കാർബൺ ആറ്റം എന്താണ്? CH2OH. ഇതാണ് നമ്മുടെ ഗ്ലൂക്കോസിന്റെ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ. ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ ആയി തന്നിരിക്കുന്നത്. ദിസ് ഈസ് അബൌട്ട് ദ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. ഇത് ഫിഷർ പ്രൊജക്ഷൻ ആണ്. ഞാൻ ആദ്യം വരച്ച സംഭവം ഫിഷർ പ്രൊജക്ഷൻ ഫോർമുലയും രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസും ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? സ്ട്രക്ചറൽ എലൂസിഡേഷൻ ആത്തോന്ന് എങ്ങനെ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ വന്നതെന്ന് മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ ആണോ? ഓക്കെ,
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ഗ്ലൂക്കോസിന്റെ ഒരു അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ഈ ക്ലാസ്സിന് മുൻപത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലൂക്കോസ് ഒരു ഡെക്സ്ട്രോ റൊട്ടേറ്ററി കോമ്പൗണ്ട് ആണ്. എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസിനകത്ത് കേട്ട വേർഡാണ് ഈ ഡെക്സ്ട്രോ റൊട്ടേഷനും ലേവോ റൊട്ടേഷനും ഒക്കെ അല്ലെ. ഓപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് ആണെന്ന് മനസ്സിലായല്ലോ ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് പറഞ്ഞാൽ. പിന്നെ അതിൽ പിന്നെ ഇനി ഫർദർ പറയാനൊന്നുമില്ല അല്ലെ. അത് സ്മോൾ ലെറ്റർ ഡി അല്ലെങ്കിൽ പ്ലസ് സൈൻ കൊണ്ടല്ലേ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ വേറൊരു തരം അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ എന്നാ പറയുന്നത്. ഈ ക്യാപിറ്റൽ ഡിയും ക്യാപിറ്റൽ എല്ലും വെച്ചൊരു നൊട്ടേഷൻ ഉണ്ട്. അത് സ്മോൾ ലെറ്റർ ഡിയും സ്മോൾ ലെറ്റർ എല്ലുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല കേട്ടോ. അപ്പൊ ഗ്ലൂക്കോസിന്റെ പേര് നമുക്ക് കറക്റ്റ്ലി റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഡി പ്ലസ് ഗ്ലൂക്കോസ് എന്നാണ് കേട്ടോ. അതായത് ഡി പ്ലസ് ഗ്ലൂക്കോസ് എന്നാണ് നമ്മൾ പറയാ. ക്യാപിറ്റൽ ഡിക്ക് സ്മോൾ ഡിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇനി പ്ലസ് സൈൻ ആ സ്മോൾ ഡി തന്നെയാണ് കേട്ടോ. പ്ലസ് സൈൻ ആ സ്മോൾ ഡി തന്നെയാണ്. ഓക്കെ, ഇതൊരു തരം അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ ആണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ എന്താണ് സ്പെസിഫിക് റൊട്ടേഷനുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഗ്ലൂക്കോസിന് നമ്മൾ പേര് എഴുതാം. കറക്റ്റ് പേര് നമ്മൾ വെറും ഗ്ലൂക്കോസ് നല്ല മക്കളെ, അതിന് സ്ട്രക്ചർ മുഴുവൻ അടിച്ചു പരിശോധിച്ച് ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ഒക്കെ നോക്കി അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ ഒക്കെ നോക്കി ഗ്ലൂക്കോസിന് കൃത്യമായ പേര് കൊടുക്കണം. അപ്പൊ നമ്മൾ എത്തുന്നതേ ഉള്ളൂ ഗ്ലൂക്കോസിന് എന്താണ് ആക്ച്വൽ നെയിമിലേക്ക്. അപ്പൊ അതിന്റെ പാതി ഭാഗത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഗ്ലൂക്കോസിന് എന്താണ് ഡി പ്ലസ് ഗ്ലൂക്കോസ് എന്ന് പറയാം. ഈ ക്യാപിറ്റൽ ലെറ്റർ ഡി എന്ന് പറയുന്നത് നമ്മുടെ സ്മോൾ ഡിയുമായിട്ട് ഒരു ബന്ധവും ഇല്ല. പക്ഷെ ഈ പ്ലസ് സൈന് എന്താണ് സ്മോൾ ഡി തന്നെയാണ്, ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്. ഓക്കെ, അപ്പൊ ഇതെന്താ സംഭവം നമുക്കൊന്ന് മനസ്സിലാക്കാം കേട്ടോ. ക്യാപിറ്റൽ ഡിയും ക്യാപിറ്റൽ എല്ലും നൊട്ടേഷൻ എന്താണെന്ന് നമുക്ക് ഈസിലി സ്റ്റഡീഡ് വിത്ത് ആൻ എക്സാമ്പിൾ ഗ്ലിസറാൾഡിഹൈഡ് കേട്ടോ. ഫോർമുല പഠിച്ചു വെക്കണം ഗ്ലിസറാൾഡിഹൈഡിന്റെ. അതായത് നിങ്ങളുടെ സെക്കൻഡ് ലാസ്റ്റ് കാർബൺ ആറ്റം ഏത് സ്ട്രക്ചർ വരച്ചാലും സെക്കൻഡ് ലാസ്റ്റ് കാർബൺ ആറ്റം ആയിരിക്കും അവസാനത്തെ എന്താണ് അസിമെട്രിക് കാർബൺ ആറ്റം അല്ലെ. നിങ്ങൾ ഇതേപോലത്തെ ഉള്ള എന്താണ് കാർബോഹൈഡ്രേറ്റുകളുടെ സ്ട്രക്ചർ വരയ്ക്കുമ്പം സെക്കൻഡ് ലാസ്റ്റ് കാർബൺ ആറ്റം ആയിരിക്കും അവസാനത്തെ അസിമെട്രിക് കാർബൺ ആറ്റം. നമ്മൾ ഇങ്ങനെയാ പറയുന്നത്, ദ ലാസ്റ്റ് അസിമെട്രിക് കാർബൺ ആറ്റത്തിന്റെ കോൺഫിഗറേഷൻ ഒന്ന് ചെക്ക് ചെയ്യണം. അത് നിങ്ങൾ നോക്കുമ്പം ആ കാർബൺ ആറ്റത്തിനകത്ത് എന്താണ് OH ഗ്രൂപ്പ് റൈറ്റ് സൈഡിലാണെങ്കിൽ ക്യാപിറ്റൽ ഡി കോൺഫിഗറേഷൻ എന്നും അല്ലെ. സോ ഇതുണ്ടോ ക്യാപിറ്റൽ ഡി കോൺഫിഗറേഷൻ എന്നും OH ഗ്രൂപ്പ് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ അതിനെ പറയുന്നത് ക്യാപിറ്റൽ എൽ കോൺഫിഗറേഷൻ എന്നാ പറയുന്നത് കേട്ടോ. ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചറിലും അത് തന്നെയാണ്. നിങ്ങൾ ആ ഓപ്പൺ ചെയിൻ സ്ട്രക്ചറോ അല്ലെങ്കിൽ ഫിഷർ പ്രൊജക്ഷൻ സ്ട്രക്ചറോ ഗ്ലൂക്കോസിന്റെ വരയ്ക്കുമ്പം ഗ്ലൂക്കോസിന്റെ കേസിൽ അഞ്ചാമത്തെ കാർബൺ ആറ്റമാണ് കേട്ടോ. ഇത് ഏറ്റവും സിമ്പിൾ മോളിക്യൂളാ മക്കളെ അല്ലെ. ഇതൊരു ആൾഡോ ട്രയോസ് അല്ലേ അല്ലെ. ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന പിക്ചറിനകത്ത് ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ ആണ്. ഇവിടെ നോക്കിയ മക്കളെ, സോ ആസ് ഇൻ ഗ്ലൂക്കോസ് ഉണ്ടോ OH ഗ്രൂപ്പ് ഓൺ ദ ലോവസ്റ്റ് അസിമെട്രിക് കാർബൺ ആറ്റം. ഓക്കെ, OH ഗ്രൂപ്പ് ഓൺ ദ ലോവസ്റ്റ് അസിമെട്രിക് കാർബൺ ആറ്റം ഷുഡ് ബി ഓൺ ദ റൈറ്റ് സൈഡ് ആണെങ്കിൽ എന്ത് പറയുന്നുണ്ട് ക്യാപിറ്റൽ ഡിയും. ഇറ്റ് ഷുഡ് ബി ഓൺ ദ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ക്യാപിറ്റൽ എല്ലുമാ പറയുന്നത്. അതായത് ഡെക്സ്ട്രോയും ലേവോയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇവിടുത്തെ പ്ലസ് സൈനും മൈനസ് സൈനും ഒക്കെയാണ് ഡെക്സ്ട്രോയും ലേവോയുമായിട്ട് റിലേഷൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയാൽ മക്കളെ എന്താ ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലായോ? അവസാനത്തെ അസിമെട്രിക് കാർബൺ ആറ്റം അത് എപ്പോഴും എന്താണ് സെക്കൻഡ് ലാസ്റ്റ് കാർബൺ ആറ്റം ആയിരിക്കും. അസിമെട്രിക് അല്ലേ? അസിമെട്രിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ അല്ലെ, കൈറാൽ കാർബൺ ആണ്. അതിന്റെ OH ഗ്രൂപ്പ് ഉണ്ടോ, ഞാൻ ഈ ഇൻഡു സൈൻ അല്ലെ സ്റ്റാർ സൈൻ ഇട്ടിരിക്കുന്നതിന്റെ OH ഗ്രൂപ്പ് റൈറ്റ് സൈഡിലാണെങ്കിൽ എന്തായിരിക്കും അത് ഡെക്സ്ട്രോ റൊട്ടേറ്റ്. ഇറ്റ്സ് കോമ്പൗണ്ട് ഫുള്ളി ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ് രണ്ടുപേരും. അത് OH ഗ്രൂപ്പ് റൈറ്റ് സൈഡിലാണെങ്കിൽ ക്യാപിറ്റൽ ഡി എന്ന് പറയും. ഇനി ഇത് കണ്ടോ, ഇവിടുത്തെ സെക്കൻഡ് ലാസ്റ്റ് കാർബൺ ആറ്റത്തിന്റെ OH ഗ്രൂപ്പ് എന്താണ് ഗ്ലൂക്കോസ്. അത് ഗ്ലിസറാൾഡിഹൈഡ് ആണ്. ഇത് ഗ്ലൂക്കോസിന്റെ കേസ് ആയിരിക്കുന്നത്. OH ഗ്രൂപ്പ് ഉണ്ട് റൈറ്റ് സൈഡിലാണെങ്കിൽ ഡി പ്ലസ് ഗ്ലൂ. ഇത് ഗ്ലിസറാൾഡിഹൈഡ് ആണ്, OH റൈറ്റ് സൈഡിലല്ലേ. സോ ഡി ഗ്ലിസറാൾഡിഹൈഡും ഇത് ഡി ഗ്ലൂക്കോസും. ഇനി പ്ലസ് സൈൻ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ക്യാപിറ്റൽ ഡിയും ക്യാപിറ്റൽ എല്ലും ഒരു അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ ആണ്. സോ ദ ലാസ്റ്റ് ബട്ട് വൺ കാർബൺ ആറ്റം ഷുഡ് ബി ദ സിമെട്രിക് കാർബൺ ആറ്റം ഇൻ മോസ്റ്റ് ഓഫ് ദ കേസ്. അല്ലെങ്കിൽ ഇങ്ങനെ സിംപ്ലി പഠിച്ചു വെച്ചോ, എന്താണ് ദ ലാസ്റ്റ് അസിമെട്രിക് കാർബൺ ആറ്റം ഹാവിംഗ് ദ OH group on the right side, it have an absolute configuration capital D, and it should be on the left side having an absolute configuration capital L. അപ്പം പേര് കണ്ടോ, D plus glucose അല്ലെ. D means fifth കാർബൺ ആറ്റത്തിന്റെ OH റൈറ്റ് സൈഡിൽ, പ്ലസ് means it is dextro rotatory. Is it clear? Okay ആണോ?
ഇത്ര വരെ മനസ്സിലായില്ലേ? ഓക്കെ, നിങ്ങൾ ഇതൊന്നും കൂടി വായിക്കുവോ? അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. ടെക്സ്റ്റ് എടുത്ത് വെച്ച് അല്ലെ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ എന്താന്ന് വെച്ചാൽ അതെടുത്ത് വെച്ച് ഒന്നും കൂടി ഒന്ന് നോക്കണം. ഓക്കെ, ക്ലിയർ? അപ്പൊ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ എത്തുമ്പോഴത്തേക്കും ഇത്രയും പോർഷൻ വായിച്ചിട്ട് വരണം കേട്ടോ. പടമൊക്കെ വരച്ച് നോക്കണം, ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ ഒക്കെ വരയ്ക്കണം. അപ്പം ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫിഷർ സ്ട്രക്ചർ ഞാൻ കാർബൺ വെച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഫിഷറാ വരയ്ക്കുന്നെങ്കിൽ അത് വെച്ച് വരച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് സ്ട്രക്ചർ ഒക്കെ പഠിച്ചിട്ട് വരണം. ഇതല്ല ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ, ഗ്ലൂക്കോസിന് വേറെ ഉണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ സൈക്ലിക് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് പഠിക്കാം. ഓക്കെ, താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.